ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോൾ പമ്പിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മഹീന്ദ്ര താറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാഹനമാണ്. നമ്മൾ മഹീന്ദ്ര താറിൻ്റെ എടുത്തു പറയുന്ന ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ എടുത്തു പറയുന്ന വിശേഷങ്ങളാണ് മാസീവ് റോഡ് പ്രസൻസ്, പവർഫുള്ളും റിഫൈൻഡും ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും, അതുപോലെ തന്നെ ഇതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി. എന്നാൽ താർ എടുക്കുന്നതിൽ 90% ഓഡിയൻസും ഇതൊരു ഫാമിലി കമ്മ്യൂട്ടർ വെഹിക്കിളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മഹീന്ദ്ര താറിന് ആസ് എ കമ്മ്യൂട്ടർ കാർ അല്ലെ ആസ് എ ഫാമിലി കാർ കുറേ നെഗറ്റീവ് സൈഡുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ താറിൻ്റെ അത്തരത്തിലുള്ള, അതായത് ഒരു കമ്മ്യൂട്ടർ കാറായിട്ട് യൂസ് ചെയ്യുമ്പോൾ താറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന നെഗറ്റീവ്സും ബാക്കിയുള്ള കോൺസുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ നെഗറ്റീവുകളും അതിനെക്കാട്ട് കൂടുതൽ പോസിറ്റീവുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മാർക്കറ്റിൽ ജിംനി വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഗൂർക്ക വെച്ച് നോക്കുമ്പോഴും സെയിൽസ് ഒരുപാട് മുന്നിലാണ് താറെന്ന് പറയുന്നത്. സോ ഈ പറയാൻ പോകുന്ന നെഗറ്റീവുകളൊന്നും ആക്ച്വലി ഈ ഒരു വാഹനത്തെ ബാധിക്കുന്നില്ല. എങ്കിലും ആസ് എ യൂസർ നമ്മൾ വീട്ടിൽ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഇത് ഈ ഒരു കാറിനോടോ അല്ലെങ്കിൽ കാർ ബ്രാൻഡിനോടോ ഉള്ള ഒരു ഹേറ്റ് സ്പീച്ചായിട്ട് നിങ്ങൾ കാണരുത്. നമുക്ക് പേഴ്സണൽ യൂസിൽ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു നെഗറ്റിവിറ്റി മാത്രമായിട്ടും കരുതരുത്. കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈവൻ നമ്മൾ പോലും 2 വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവുകൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന ഒരു 10 നെഗറ്റീവ് സൈഡുകൾ അല്ലെങ്കിൽ വാഹനം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അധികം ആളുകൾ പറയാത്ത 1-2 പോസിറ്റീവ് സൈഡുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മഹീന്ദ്ര താർ എസ്പെഷ്യലി ജിംനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യമാണ് പുവർ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല റോഡാണേലും മോശം റോഡാണേലും നമുക്ക് വണ്ടി ജിംനി പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള നോർമൽ കാറുകൾ പോലെ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് ആയിരിക്കില്ല. ഇപ്പൊ നമുക്കൊരു ഓപ്പൺ ഹൈവേ കിട്ടുകയാണ്. നമ്മൾ താറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എഞ്ചിന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ആസ്വദിച്ച് വണ്ടി ഓടിക്കണം തോന്നുകയാണ്. ഒരു 100-120 പോകണം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു 90-100 കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു ആട്ടം, ഒരു അപ്സൈഡ് ഡൗൺ മൂവ്മെന്റിന് ഉപരി വണ്ടി ഇരുന്ന് സൈഡ് വേസ് ആടുന്നത് പോലെ നമുക്ക് തോന്നും. വേറെ ജിംനി പവറിന്റെ കാര്യത്തിൽ കുറച്ച് കുറവാണെങ്കിലും ഉള്ള സ്പീഡിൽ ആ വണ്ടിയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും റൈഡ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ഇത്രയും ഒരു ബംബിനെസ് നമുക്ക് ജിംനിയിൽ ഫീൽ ചെയ്യുകയില്ല. ഇപ്പം മോശം റോഡാണേലും നല്ല റോഡാണേലും വണ്ടിയിൽ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു കണ്ടെയ്ൻഡ് ഫീല് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടിയില്ല. എപ്പോഴും ഒന്നെങ്കിൽ അപ്സൈഡ് ഡൗൺ മൂവ്മെന്റ് കാണും, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണും. എസ്പെഷ്യലി ലോങ് ഹൈവേസ് ഒക്കെ കിട്ടുമ്പോൾ വിൻഡ് ബ്ലാസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട് വിൻഡ്ഷീൽഡിൽ കാറ്റ് തട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. വണ്ടി ആ സൈഡ് വേസ് ഒന്ന് ആടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ എനിക്ക് താറിൽ നമ്മൾ ഡെയിലി ഡ്രൈവിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഡെയിലി യൂസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പറയുന്ന താക്കോലിട്ട് ഓപ്പൺ ചെയ്യുന്ന ഫ്യൂൽ ലിഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് വരും നമുക്ക് റാംഗ്ലറിനകത്തിലും ഇതുപോലെ തന്നെയാണ് ഫീൽഡ് ഓപ്പൺ ചെയ്യേണ്ടത്, താക്കോലിട്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി അതിന് പറയുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു കേബിൾ ജാമായിട്ട് നമുക്ക് ചിലപ്പം ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മഹീന്ദ്ര എന്ന് പറഞ്ഞ കാർ മാനുഫാക്ചറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവർ ഇന്റേണലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്യൂൽ ലിഡ് കൊടുത്താൽ പോലും അത് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അകത്ത്, അതായത് ഇതിന് നേരെ അപ്പുറത്തെ സൈഡിൽ ഉള്ളിലായിട്ടൊരു പ്രൊവിഷൻ കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ XUV 500 നമ്മൾ ആ ഒരു ഫീച്ചർ കണ്ടതാണ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് ഇതിൻ്റെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീച്ചർ അവരുടെ കയ്യിൽ ഇരുന്നിട്ട് ഇതിപ്പോൾ ഈ ഒരു വാഹനത്തിൽ കൊടുക്കാത്തത് ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ നമുക്ക് തോന്നാറുണ്ട്. പൊതുവേ നമ്മൾ പമ്പിൽ ചെന്നിട്ട് ഈ പറയുന്ന വാഹനത്തിൽ AC ഒക്കെ ഇട്ടിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ വണ്ടി കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു 2000 രൂപയ്ക്ക് മുകളിലൊക്കെ എണ്ണ അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത്രയും നേരം നമ്മൾ വണ്ടി AC ഓഫ് ചെയ്ത് പാട്ട് ഓഫ് ചെയ്തിട്ട് താക്കോലൂരി ഒന്നെങ്കിൽ നമ്മളൊന്ന് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് തുറക്കേണ്ടത് വളരെ ഒരു ബുദ്ധിമുട്ടാണ്, നമുക്കൊരു ഇൻകൺവീനിയൻറ്റ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്റേണലി ഓപ്പൺ ചെയ്യാത്ത ഫ്യൂൽ ലിഡ് വാഹനത്തിൽ ഇല്ലാത്തത് ഒരു ഡെയിലി കമ്മ്യൂട്ടിംഗ് പർപ്പസിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ താറിൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ട് 2 സീറ്റുകൾ വലിയ ബുദ്ധിമുട്ടില്ല, എങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഡെഡ് പെഡലും ആംറസ്റ്റ് നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ആംറസ്റ്റ് നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് ആംറസ്റ്റ് മേടിച്ച് വെച്ചപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി. പക്ഷേ ഡെഡ് പെഡൽ ഇല്ലാത്തത് നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഡെഡ് പെഡലിൻ്റെ ഇഷ്യൂ ഒരു ഷോർട്ട് സൈഡ് ഇട്ടപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാല് വെറുതെ വെച്ചാൽ എങ്ങനെയാണോ കാലിന് വേദന വരുന്നത്. എന്നെ എന്തോ മണ്ടനാക്കിക്കൊണ്ട്, പക്ഷേ ആക്ച്വലി കാല് വെറുതെ വെച്ച് കഴിഞ്ഞാൽ വേദന വരും. ഇപ്പോൾ ഇതൊരു ആൾട്ടോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യില്ല. ഈവൻ പുതിയ സ്വിഫ്റ്റിൽ പോലും സ്റ്റാൻഡേർഡായിട്ട് ഡെഡ് പെഡൽ വരുന്നുണ്ട്. അപ്പോൾ പോരാത്തതിന് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്ലോർ ഫ്ലാറ്റാണ്, നമുക്ക് കാല് ഒന്ന് ചരിച്ചു വെക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ ഇൻക്ലിനേഷൻ ഇല്ല.
അതുകൊണ്ട് തന്നെ ലോങ് ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും കാലുവേദന എടുക്കും. ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് ലെഫ്റ്റ് ലെഗ് വേദന എടുക്കാറുണ്ട്. കൊച്ചച്ഛൻ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കൊച്ചച്ഛന് പറഞ്ഞുകൊണ്ട് കാര്യം പുള്ളിക്കാരൻ കുറച്ചുകൂടെ നീളമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. സീറ്റിൻ്റെ ഈ അണ്ടർ തൈ സപ്പോർട്ട് കുറച്ച് കുറവായതുകൊണ്ടാണ് നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ എർഗണോമിക്സ് വൈസ് അത് വലിയൊരു ഫ്ലോ തന്നെയാണ്. ജീപ്പ് റാംഗ്ലറിലും ഇതേ പ്രശ്നം തന്നെയുണ്ട്. എന്തിനാണെന്നറിയില്ല, ജീപ്പ് റാംഗ്ലറിലുള്ള ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ മഹീന്ദ്ര താറിലോട്ട് മഹീന്ദ്ര കൺവേർട്ട് ചെയ്ത് എന്തിനാണെന്ന് അറിയത്തില്ല. അതിൽ ഏറ്റവും ഒരു എക്സാമ്പിളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പറയുകയാണ്. ജീപ്പ് റാംഗ്ലറിൽ നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നില്ല. മറ്റൊന്നുമല്ല, അതിൻ്റെ വിൻഷീൽഡ് ഇളക്കി മാറ്റാൻ പറ്റുന്ന ആയതുകൊണ്ട് അതിൻ്റെ സെൻസർ അവിടെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര താറിൽ ഒരു ഓട്ടോമാറ്റിക് വൈപ്പർ വെച്ചില്ല. എന്തിനാണെന്നറിയില്ല. കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ആണെങ്കിൽ പോലും ഇത്രയും വേരിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ അത്രയും വലിയൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ കാര്യം വരുന്നില്ല. അതുപോലെ ഈ ഫ്യൂൽ ലിഡിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെ തന്നെയാണ്. റാംഗ്ലർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ താറിലും കൊടുക്കുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. സോ ഈ പറഞ്ഞ എർഗണോമിക്സ് വൈസ് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ പല ഹൈറ്റുള്ള SUVs അല്ലെങ്കിൽ ഹാർഡ് കോർ ഓഫ് റോഡേഴ്സിലൊക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ പില്ലറിലായിട്ടൊരു ഗ്രാബ് ഹാൻഡിൽ. സംഭവമൊന്നുമില്ല, നല്ല ഹൈറ്റുള്ള വാഹനമാകുമ്പോൾ നമുക്ക് വാഹനത്തിലേക്ക് ഗ്രാബ് ചെയ്ത് അല്ലെങ്കിൽ ക്ലൈംബ് ചെയ്ത് കയറാൻ വേണ്ടി ഇവിടെ ആയിട്ടൊരു ഗ്രാബ് ഹാൻഡിൽ നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ താറിൻ്റെ കാര്യത്തിൽ ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും അത്തരത്തിൽ ഗ്രാബ് ഹാൻഡിൽ വരുന്നില്ല. ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ വലിയ കുഴപ്പമില്ല, നമുക്ക് സ്റ്റിയറിംഗിൽ പിടിച്ച് ക്ലൈംബ് ചെയ്ത് കയറാൻ പറ്റും. പക്ഷേ കോ ഡ്രൈവർ സീറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എസ്പെഷ്യലി കുട്ടികളോ അല്ലെങ്കിൽ നീളം കുറഞ്ഞവരോ പ്രായമായവരൊക്കെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ പുറകിലേക്കൊക്കെ കയറാനാണെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോപ്പർ ഗ്രാബ് ഹാൻഡിൽ ഇല്ലാത്തത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പലരും ആഫ്റ്റർ മാർക്കറ്റ് ഗ്രാബ് ഹാൻഡിൽ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു വൈറ്റലായിട്ടുള്ളൊരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ആവശ്യകത തന്നെയായിരുന്നു. അപ്പോൾ ഗ്രാബ് ഹാൻഡിൽ ബൈ ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് വരാത്തത് ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി പിന്നിലേക്ക് കയറാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ജിംനി താറ് വെച്ച് നോക്കുമ്പോൾ ഓവർ പ്രൈസ്ഡ് ആണെന്ന്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ജിംനി ഓവർ പ്രൈസ്ഡ് ആണ്. അത് ആ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സൈസും ഫോം ഫാക്ടറൊക്കെ വെച്ച് നോക്കുമ്പോഴാണ്. താറ് വെച്ച് നോക്കുമ്പോൾ താറും ഓവർ പ്രൈസ്ഡ് തന്നെയാണ്. നമുക്ക് താർ ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ LX വേരിയൻറ്റ് ഹാർഡ് ടോപ്പിന് അറൗണ്ട് 22.5-23 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇത്രയും പ്രീമിയം കൊടുത്തെടുക്കുന്ന ഈ ഒരു വാഹനത്തിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ പോലും നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ബേസിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന 22 ലക്ഷം രൂപ വരെയുള്ളൊരു കാറിന് വരാത്തത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ഹാർഡ് കോഡോ ഓഫ് റോഡറോ ഓൺ റോഡറോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിവേഴ്സ് ക്യാമറ ഇല്ലാത്തത് താറിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പരാജയം തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ കാശ് കൊടുത്ത് അക്സസറിയിൽ ക്യാമറ വെക്കേണ്ട അവസ്ഥയാണ് നമുക്ക് വാഹനത്തിലുള്ളത്. താർ ഒരു 3 ഡോർ വാഹനമാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിന് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നെഗറ്റീവായിട്ട് ഞാൻ 3 ഡോറിൻ്റെ കാര്യം പറയില്ല. കാര്യം ഈ ഒരു വാഹനത്തിന് ഇത്രയും നല്ലൊരു സ്റ്റാൻസും ഈ ഒരു പ്രൊപ്പോർഷനാലിറ്റിയും കിട്ടുന്നത് ഇതൊരു 3 ഡോർ ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ 3 ഡോർ ആണെങ്കിൽ പോലും 4 പേര് പോകുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ള ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ 4 പേര് പോകുന്ന സമയത്ത് നമുക്ക് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 4 പേര് ഒരു ലോങ് ഡ്രൈവ് പോവുകയാണ് അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തെ ട്രിപ്പ് പോവുകയാണെങ്കിൽ 4 പേരുടെ കംപ്ലീറ്റ് ലഗേജ് ഈ ഒരു പിന്നിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ഇച്ചിരി വലിയൊരു സ്യൂട്ട് കേസ് അല്ലെങ്കിൽ ഇച്ചിരി വലിയൊരു അതുമാത്രമല്ല നമ്മുടെ ട്രാവൽ ബാഗ് കുറച്ച് വലുതാണെങ്കിൽ അത് ഇതിൻ്റെ പിന്നിൽ അക്കോമഡേറ്റ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ചെറിയ ബാക്ക് പാക്സ് അല്ലെങ്കിൽ ചെറിയ ബാഗുകളാണെങ്കിൽ മുകളിലേക്ക് അടുക്കി വെക്കാം. അല്ലാത്ത പക്ഷം ലഗേജ് കൂടുതലാണെങ്കിൽ ഒന്നെങ്കിൽ സീറ്റ് ഫോൾഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ റൂഫ് കാരിയർ അല്ലെങ്കിൽ മേളിൽ ലഗേജ് ബോക്സ് വെച്ചിട്ട് മുകളിൽ ലഗേജ് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ പ്രോപ്പറായിട്ടുള്ള ബൂട്ട് സ്പേസ് ഇപ്പോൾ ജിംനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബൂട്ട് സ്പേസ് കുറവാണെന്നുള്ളത് താറിൻ്റെ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഒരു സെഗ്മെന്റ് എന്നല്ല, ഈ ഒരു പ്രൈസ് ബഡ്ജറ്റ് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് താറിൽ മിസ്സിംഗ് ആണ്. അതിലൊന്നാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് AC എന്ന് പറയുന്നത്. നമുക്കത് ജിംനിയിൽ വരുന്നുണ്ട്. അതുപോലെ ജിംനിയിൽ നമുക്ക് പുഷ് ബട്ടൺ ഇഗ്നിഷൻ ഉണ്ട്, വേറെ താറിലില്ല. പാസീവ് കീലെസ് എൻട്രി ഇല്ല. അതുപോലെ റിയർ വൈപ്പറും വാഷറും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ പറഞ്ഞ ഈ ഒരു സ്പ്ലിറ്റ് വിൻഡോയിൽ അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് ബൂട്ടിൽ നമുക്ക് റിയർ വൈപ്പറും വാഷറും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ആക്ച്വലി പോസിബിൾ ആണ്. കാര്യം നമുക്ക് റാംഗ്ലറിൽ ഈ പറഞ്ഞ ഈ സെറ്റപ്പിൽ തന്നെ നമുക്ക് റിയർ വൈപ്പറും വാഷറും വരുന്നുണ്ട്. സോ പറ്റാഞ്ഞിട്ടല്ല, കൊടുക്കാഞ്ഞിട്ടാണ്. അപ്പോൾ റിയർ വൈപ്പർ വാഷർ ഇല്ലാത്തത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം ലോങ് ഹൈവേ ഒക്കെ ഓടുന്ന സമയത്ത് ഈ ഒരു ഷേപ്പ് കൂടെ ആയതുകൊണ്ട് വണ്ടിയുടെ റിയർ ഗ്ലാസ് പെട്ടെന്ന് ഡസ്റ്റ് ആവാറ് അല്ലെങ്കിൽ ചെളി ആവാറുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പറും ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ഇല്ല. ഓട്ടോമാറ്റിക് വൈപ്പർ ഇല്ലാത്തതൊരു പോരായ്മയായിട്ട് പറയണമെന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഉണ്ടായിരുന്നെങ്കിലും നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അതും മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ബേസിക് ആണെന്ന് ഞാൻ പറയില്ല, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ടച്ച് റെസ്പോൺസീവ്നെസ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ സൈസും കമ്പാരിറ്റീവ്ലി ചെറുതാണ്. നമുക്ക് ജിംനിയിൽ ഐ തിങ്ക് 9 ഇഞ്ചിൻ്റെയാണ് കിട്ടുന്നത്, ഇവിടെ നമുക്ക് 7 ഇഞ്ചിൻ്റെ കിട്ടുന്നുള്ളൂ. പോരാത്തതിൽ ഇതിൽ നമുക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല. രണ്ടും വരുന്നുണ്ട്, ഫോൺ പ്രൊജക്ഷൻ വരുന്നുണ്ട്, പക്ഷേ അത് രണ്ടും വയേർഡാണ്. അപ്പോൾ അതും പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു നെഗറ്റീവാണ്. പിന്നീട് താറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡേ ടു ഡേ യൂസിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ മറ്റൊരു അല്ലെങ്കിൽ അനോയിങ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്
ഈ വണ്ടിയുടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. കാര്യം ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം അത്ര റിഫൈൻഡ് അല്ല. വണ്ടി ഓഫ് ആകുമ്പം വണ്ടി ഒന്ന് കുലുങ്ങിയിട്ട് ഓഫ് ആവും. നമ്മൾ പെട്ടെന്ന് വണ്ടി ഇടിച്ചു നിന്ന്, അതായത് ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെയാണ് ഇടിച്ചു നിന്നതെന്ന് ആലോചിച്ചു. ആ രീതിയിലാണ് ഇതിൻ്റെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അത്ര റിഫൈൻഡ് അല്ലെങ്കിൽ അത്ര ഒരു സ്മൂത്ത് ഫ്ലോ അല്ലെങ്കിൽ സ്മൂത്ത് വർക്കിംഗ് ഉള്ള സംഭവമല്ല. അതുകൊണ്ട് തന്നെ അത് ഡേ ടു ഡേ ലൈഫിൽ അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെർമനന്റ് ആയിട്ട് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഒരു വണ്ടിയിലും വരുന്നില്ല. അപ്പോൾ അത് ഒരു അനോയിങ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്ക് അധികമായും താറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് നല്ല കാര്യങ്ങളെ പറ്റി പറയാം. ഇല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് നെഗറ്റീവായി പോയാലോ. അതിലൊന്നാണ് ഈ വാഹനത്തിൻ്റെ AC എന്ന് പറയുന്നത്. ഒരു കിടിലം ചില്ലറാണ് ഇതിൻ്റെ AC എന്ന് പറയുന്നത്. ഈവൻ ഫസ്റ്റിലിട്ടാൽ പോലും നല്ല രീതിയിലുള്ള ഒരു എയർ ഫ്ലോയും അതുപോലെ നല്ല കൂളിംഗ് ഉള്ളൊരു AC ആണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊന്നും നമ്മൾ ഈ വാഹനത്തിൽ ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ AC നമ്മൾ ഇടാറില്ല. ഓട്ടോ AC ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും നല്ല ചില്ലറായിട്ടുള്ളൊരു AC ആണ്. പക്ഷെ കുറച്ച് ഓഡിബിൾ ആണ്. ഇപ്പം ഫസ്റ്റിലിട്ട് കഴിയുമ്പോൾ ഉള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. സെക്കൻഡിൽ ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിബിൾ ആവുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം AC തണുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് വാഹനത്തിൻ്റെ പോസിറ്റീവായിട്ട് പറയാം. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇതൊരു ഡീസൽ എഞ്ചിനാണ്. ഈ ഒരു ഡീസൽ എഞ്ചിന് റിഫൈൻമെന്റ് എന്ന് പറയുന്നത് പൊതുവെ മഹീന്ദ്ര വാഹനങ്ങളിലെ ഡീസൽ 2.2 വരുന്ന ബാക്കി ഡീസൽ വാഹനങ്ങളിൽ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് കൂടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എഞ്ചിൻ നോയ്സ് ക്യാബിനിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ബോഡി ഓൺ ഫ്രെയിം വാഹനമായിട്ട് കൂടി അല്ലെങ്കിൽ ഇത്രയും ഹാർഡ് കോർ ആയിട്ട് പഠിച്ചിട്ടൊരു വാഹനമായിട്ട് കൂടി ഈ പറയുന്ന എഞ്ചിൻ നോയ്സോ അല്ലെങ്കിൽ എഞ്ചിന്റെ യാതൊരു വൈബ്രേഷനും നമ്മുടെ ക്യാബിനിലേക്ക് വരുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് 2 XV500 ഉണ്ട്. ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്, ഒരു മാനുവലും ഉണ്ട്. അപ്പോൾ മാനുവലിൽ പൊതുവെ നമ്മൾ ഈ പറയുന്ന ഒരു 2000 RPM താഴെ നിന്നിട്ട് വണ്ടി ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം നോയ്സ് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാറില്ല. പക്ഷേ ടോർക്ക് കൺവേർട്ടറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ടോർക്ക് കൺവേർട്ടർ അത്യാവശ്യം നല്ല ഓഡിബിൾ ആണ്. എഞ്ചിന്റെ സൗണ്ട് നല്ല രീതിയിൽ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ താറെടുത്തപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാര്യം നമ്മൾ ആ ഒരു എരപ്പും വേളമൊക്കെ വണ്ടിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ താർ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് യാതൊരു എഞ്ചിൻ നോയ്സ് അല്ലെങ്കിൽ എഞ്ചിൻ സൗണ്ടോ ക്യാബിനിലേക്ക് വരുന്നില്ല. അതും താറിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. അതുപോലെ താറിലുള്ള മറ്റൊരു നല്ലൊരു ഫീച്ചറാണ് ഈ പറയുന്ന അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. നമുക്ക് ഓൺ റോഡ് പോവുകയാണെങ്കിലും ഓഫ് റോഡ് പോവുകയാണെങ്കിലും ഒരുവിധം വാഹനത്തിനെ പറ്റിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഓഫ് റോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഇൻക്ലിനേഷൻ എത്രയൊക്കെയാണ്, അതുപോലെ എഞ്ചിൻ ടെമ്പറേച്ചർ, സ്റ്റിയറിംഗിന്റെ അലൈൻമെന്റ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓൺ റോഡ് ഓപ്ഷനിൽ പോകുമ്പോൾ പവർ ടോർക്ക് മീറ്റേഴ്സും അതുകൊണ്ട് കോമ്പസും ഒരു ജി മോണിറ്ററും കൊടുത്തിട്ടുണ്ട്, ഗൈറോസ്കോപ്പും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൽ കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഇവിടെ കാണിക്കണമെന്നുള്ളത് നമുക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ സ്പീഡുണ്ട്, പവർ ഉണ്ട്, ടോർക്ക് ഉണ്ട്, ഓഡോമീറ്റർ, എഞ്ചിൻ ടെമ്പറേച്ചർ, ജി മോണിറ്റർ, പിച്ച്, റോള്, കോമ്പസ്, ഗിയർ ഇൻഡിക്കേറ്റർ, വീൽ അലൈൻമെന്റ്, ഇതിൽ ഏതൊക്കെ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് വേണ്ടി ഇൻഫർമേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അത് ഈ പറഞ്ഞ ഡിസ്പ്ലേയുടെ ബാക്കിയുള്ള ഫംഗ്ഷൻസ്, അതായത് വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും, സൗണ്ട് ക്വാളിറ്റി, അതുപോലെ ടച്ച് ആൻഡ് റെസ്പോൺസിവ്നെസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വാഹന പ്രേമി എന്നുള്ള പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് താറെടുത്ത ശേഷം ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്തിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നത്. ഒരിക്കലും ഈ ഒരു വീഡിയോ താറിനെ പറ്റിയുള്ള നെഗറ്റീവ് സ്പീച്ച് മാത്രം അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടന്റ് മാത്രം പ്രൊമോട്ട് ചെയ്തൊരു വീഡിയോ ആയിട്ട് കരുതരുത്. നമ്മൾ തന്നെ ഓൾറെഡി 2 താറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വണ്ടിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് സംസാരിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു നെഗറ്റീവ് യൂസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. പിന്നെ അധികം ആരും പറയാത്ത 1-2 പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ഓട്ടോമോട്ടീവ് കണ്ടന്റ് അല്ലെങ്കിൽ യാത്ര കണ്ടന്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ മറ്റൊരു വാഹന ശേഷം നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.